ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ അറിയാതെ പോയ എൻ്റെ പിറന്നാളാശംസകളും അതിന് കിട്ടിയ സർപ്രൈസും ഓർത്ത കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അതാ രാവിലെ തന്നെ വാട്സപ്പ് നോക്കിയപ്പോൾ ഇങ്ങനെ ഒരു കേക്കിൻ്റെ പടവും ഹൃദയം നിറഞ്ഞ പിറന്നാളാശംസകൾ എന്ന് പറഞ്ഞ വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു ജൂലിയറ്റ് ചേച്ചി. പിന്നെ ചേട്ടനെയും മക്കളെയൊക്കെ അന്വേഷിച്ചതായിട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഒരു സബ്സ്ക്രൈബ് ചെയ്ത ഒരു ചേച്ചിയാണത്. ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല, ചേട്ടത്തിനെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഭയങ്കര സന്തോഷം, ഒരുപാട് സന്തോഷം കേട്ടോ ചേച്ചി. അപ്പോൾ അത് കഴിഞ്ഞ് വൈകുന്നേരം ബസ്സിലിരുന്നപ്പോഴാണ് ഞാൻ വാട്സപ്പ് നോക്കിയത്. അങ്ങനെയാണ് ഞാൻ എൻ്റെ പിറന്നാളാണെന്ന് അന്ന് അറിഞ്ഞത് കേട്ടോ. അല്ലല്ല, വ്യത്യാസമുണ്ട്, ചെറിയ വ്യത്യാസമുണ്ട്. അതിനൊരു പ്രീമിയം ടേസ്റ്റ്. അപ്പോൾ ജോലി കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ ആയതിനും ശ്രീകുട്ടനും ഞാനും കൂടി അമ്പലത്തിൽ പോയി. പക്ഷെ നട അടച്ചിട്ടുണ്ടായിരുന്നു. വന്നിട്ടുള്ള ഫോട്ടോഷൂട്ടാണ് കണ്ടത്. ചേട്ടൻ ഞാൻ പിന്നെ വിളിച്ച് പറഞ്ഞു കേട്ടോ, സർപ്രൈസ് തരണമെങ്കിൽ തരട്ടെ അല്ലേ പിന്നെ. അപ്പോൾ അങ്ങനെ കൊണ്ടുവന്നതാണ് അലുവ. പിന്നെ വേറെ ഓരോന്നൊക്കെ പറഞ്ഞു, അൽഫാം വാങ്ങിക്കുക, അത് വാങ്ങിക്കുക, ഇത് വാങ്ങിക്കുക എന്നൊക്കെ പറഞ്ഞ് അതൊന്നും വേണ്ട, അതൊക്കെ നമുക്ക് സൺഡേയിലാവാം എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഇത് അലുവ വാങ്ങിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഐസ്ക്രീമൊന്നും വേണ്ടാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ വന്നപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട സാധനം തന്നെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഒന്നും കൊണ്ടുവരില്ല എന്ന് ഞാൻ വിചാരിച്ച്, ഞാൻ വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. പിന്നെ ഞങ്ങൾ അലുവയൊക്കെ മുറിച്ച് കഴിച്ചു. പിന്നെ ശ്രീകുട്ടന് ആദ്യത്തിനും വയ്യായിക ഉണ്ടായിരുന്നു കേട്ടോ, കുറച്ച് നീര് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം കൊണ്ടാണ്. പിന്നെ ചക്ക കുറച്ചുണ്ടായിരുന്നു, പിന്നെയും സർപ്രൈസുകൾ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ചക്ക കുറച്ചുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ഞാൻ വേവിച്ച് വെച്ചു, ചക്കട ഉണ്ടാക്കാൻ വെച്ചിട്ട്. അല്ലെങ്കിൽ ഇനി ഇരുന്ന് അത് പഴുത്ത് ഇങ്ങനെ കേടായി പോവും. അപ്പോൾ അങ്ങനെ അത് വേവിച്ച് ഫ്രിഡ്ജിലേക്ക് വെച്ചു. ഹലോ, അപ്പോൾ അതാ വെഡ്ഡിങ് ആനിവേഴ്സറി ഗിഫ്റ്റായിട്ട് തുടരും സിനിമയാണ് കാണാൻ പോണത് കേട്ടോ. അപ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. ഈ സിനിമ കാണണമെന്ന് ഷൂട്ടിംഗ് തുടങ്ങിയപ്പോഴേ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു തിയേറ്ററിൽ പോയിട്ടൊന്ന് കാണണമെന്ന്. അങ്ങനെ അതേപ്പോൾ ഒന്ന് കാണാൻ പോവുകയാണ്. ശ്രീകുട്ടൻ കൂട്ടുകാരുടെ കൂടെ പോയിട്ട് ഉച്ചയ്ക്ക് കണ്ടു. അപ്പോൾ പിന്നെ അവൻ വരുന്നില്ല, ഞാനും ചേട്ടനും ശ്രീകുട്ടനും കൂടിയാണ്, അല്ല ആദിത്യനും കൂടിയാണ് കേട്ടോ പോണത്. മുന്നിതേപോലെ എൻ്റെ പിറന്നാൾക്ക് ഒരു സാമി സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണണമെന്ന് പറഞ്ഞിട്ട് ചേട്ടൻ സമ്മതിച്ചില്ല കേട്ടോ. അന്ന് എനിക്ക് ഭയങ്കര സങ്കടം, അന്ന് കരയൊക്കെ ചെയ്തു ഞാൻ ആ സിനിമ കാട്ടിത്തരാത്തതിന്. ഇപ്പം എനിക്ക് അങ്ങനെ കാണണമെന്ന് നിർബന്ധം ഉണ്ടെങ്കിൽ എനിക്ക് തന്നെ പോയി കാണാനുള്ളൊരു ഇതുണ്ട്. അല്ലെങ്കിൽ ശ്രീകുട്ടനോട് ഒരു അരവാക്ക് പറഞ്ഞാൽ മതി, അപ്പം കൊണ്ടുകൂട്ടാം. അങ്ങനത്തെ ഇപ്പം അങ്ങനെ എനിക്കൊരു കാര്യം കിട്ടാത്തതിൽ ഞാനങ്ങനെ കരയില്ല. പക്ഷെ അന്ന് അങ്ങനെയൊന്നുമല്ല, ചേട്ടൻ ചെയ്ത് തന്നാൽ മാത്രമാണ് എനിക്ക് എന്ത് കാര്യവും ഉണ്ടാകുന്നത്. ഇപ്പം അങ്ങനെയല്ല, തലൂടി വാങ്ങിക്കാനും അല്ലെങ്കിൽ തന്നെ ചെയ്യാനും ഒക്കെ സാമർത്ഥ്യം വെച്ചു എന്ന് പറയാം അല്ലേ. അപ്പോൾ ഓക്കെ, നമുക്ക് സിനിമയ്ക്ക് പോയാലോ. സിനിമ എങ്ങനെയുണ്ടെന്ന് കണ്ടു കഴിഞ്ഞിട്ട് പറയാം കേട്ടോ. കൂട്ടുകാർ കുറേ പേരൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഓക്കെ, നമുക്ക് പോയാലോ. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടി ഇറങ്ങാണ്. അപ്പോൾ ഞാൻ സാധാരണ തൃശ്ശൂർ രാഗത്തിലാണ് കേട്ടോ സിനിമ കാണാൻ എനിക്കിഷ്ടം. 2 ദിവസം മുന്നേ പക്ഷേ ടിക്കറ്റ് കിട്ടാൻ ബുദ്ധിമുട്ടല്ലായിരുന്നു. 2 ദിവസം മുന്നേ ചേട്ടൻ തന്നെ ടിക്കറ്റ് എടുത്ത് വച്ചിട്ട്, 2 ദിവസം മുന്നല്ല, ഒരു ദിവസം മുന്നേ തലേദിവസം അങ്ങോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ പിറ്റേ ദിവസമാണ് പോകുന്നത്. ഒല്ലൂരാണ് കേട്ടോ സിനിമയ്ക്ക് പോണത്. കണ്ടെങ്കിലും എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല, ഒരു തിയേറ്റർ ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ സിനിമയൊക്കെ എന്തൊക്കെ ഒരു പ്രത്യേകതകൾ. സിനിമ അങ്ങനെ തുടങ്ങി. സിനിമ ഹാപ്പി മൂഡല്ല, പക്ഷേ എന്നാലും നല്ല അടിപൊളി സിനിമയാണ്. നമുക്ക് കുറ്റം പറയാൻ അതിലൊന്നുമില്ല കേട്ടോ പ്രത്യേകിച്ച്. പിന്നെ ശോഭന മോഹൻലാൽ കോംബോ കുറേ നാൾ കൂടി നമ്മൾ കാണുന്നതല്ലേ, അപ്പോൾ അതിലൊരു സന്തോഷം അത് വേറെ തന്നെ. എന്നാലും പണ്ടത്തെ അത്രയ്ക്ക് അങ്ങോട്ട് എനിക്ക് കുറച്ചും കൂടിയൊക്കെ നല്ല സീനുകൾ വേണമായിരുന്നു എന്ന് എനിക്ക് തോന്നി. പക്ഷേ ശ്രീകുട്ടനായത്തിനൊക്കെ പറഞ്ഞാൽ അതിൽ അത്യാവശ്യം ഉണ്ടല്ലോ, അമ്മയ്ക്ക് തോന്നണ്ടെന്നൊക്കെ പറഞ്ഞു. നമ്മൾ പണ്ടത്തെ മോഹൻലാൽ ശോഭന സിനിമകൾ കണ്ടിട്ടായിരിക്കും അങ്ങനെ തോന്നിയത്. ഇതെന്ന് പറയുന്ന മക്കളൊക്കെ വലുതായിട്ടുള്ള ഒരു അച്ഛൻ്റെ അമ്മയുടെയും ഒരു ഭാഗങ്ങളല്ലേ കാണിക്കുന്നത്, അതുകൊണ്ടായിരിക്കും. അങ്ങനെ അന്നത്തെ ദിവസം ആ സിനിമയൊക്കെ കണ്ട് അങ്ങനെ കഴിഞ്ഞു. പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ടുള്ള ഒരു വൈകുന്നേരത്തെ വീഡിയോ ആണ്. അപ്പം അന്ന് ചോറ് കുറവായിരുന്നു. അപ്പം ഞാൻ ശ്രീകുട്ടനെ വിട്ട് കൊള്ളി വാങ്ങിക്കാൻ പറഞ്ഞു കേട്ടോ. കൊള്ളി എന്ന് പറഞ്ഞ കപ്പ. അപ്പോൾ അത് ആദിത്യൻ, അപ്പോൾ അവർ വന്നപ്പോൾ എന്നിട്ട് മറന്നില്ല, കോൺ ടോപ്പ് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം കോൺ ടോപ്പ് എനിക്ക് തന്നു. അത് കഴിഞ്ഞിട്ട് കൊള്ളി എനിക്ക് സമ്മാനമായിട്ട് തന്നതാട്ടാ. അപ്പം ഞാൻ ചീത്തോറിൻ്റെ വെച്ചതാണ്. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ 3 പേരും കൂടി അതവിടെ ഇരുന്ന് കഴിച്ച് കുറച്ച് നേരമൊക്കെ ഒന്ന് വർത്താനം പറഞ്ഞ്
എൻ്റെ അടുക്കളയിലത്തെ അത്യാവശ്യം ജോലികൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പാത്രം കഴുകൽ അങ്ങനത്തെ എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇനിയിപ്പോൾ മീൻ കറി വെക്കാനും ഈ കൊള്ളി പുഴുങ്ങാനൊക്കെ തന്നെയുള്ളൂ. ചോറ് വെക്കണ ഏറ്റവും നല്ലത് ഇതാണല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്താൽ. മീനുണ്ടായിരുന്നു കേട്ടോ, സൺഡേയിൽ മേടിച്ച മീൻ ഇരിപ്പുണ്ടായിരുന്നു. അപ്പം ഞാനത് കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ കപ്പ 1.25 കിലോനാണ്ട് ഉണ്ടായിരുന്നു. പക്ഷെ അത് തന്നെ അധികമായിരുന്നു കേട്ടോ. ആദ്യമൊക്കെ വെച്ച് 2 കിലോ വരെ ചിലവാകുമായിരുന്നു. ഇപ്പം എന്താവോ ഫുഡൊക്കെ കുറവാണ് ചിലവാകുന്നത്. അങ്ങനെ കൊള്ളീനെ റെഡിയാക്കി കുറച്ച് നേരം അവിടെ നിന്നിങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് തോന്നി അവിടെ പോയിരുന്ന് പിള്ളേരൊപ്പം ഇരുന്നിട്ട് ചെയ്യാമെന്ന്. അപ്പം അങ്ങനെ വർത്താനം പറഞ്ഞ് അവിടെ ഇരുന്ന് അത് നുറുക്കിയല്ല, തോല് കളഞ്ഞ് ഒന്ന് എടുത്ത് പിന്നെ കൊണ്ടുവന്ന് കഴുകി അത് കഴിഞ്ഞിട്ട് പിന്നെ ഒന്ന് നീളനെ ഒന്ന് മുറിച്ചിട്ടു കേട്ടോ. പുഴുങ്ങുമ്പോൾ നമ്മൾ അങ്ങനെയല്ലേ ചെയ്യുക. അപ്പം അങ്ങനെ ചെയ്തു. ഞാൻ ചക്കപ്പുഴുക്കും മീൻ കറിയും എന്നാണ് വിചാരിച്ചത്. പക്ഷേ ഞായറാഴ്ച അണ്ടത്തേക്ക് പോകാൻ പറ്റിയില്ല കേട്ടോ. കുറേ നാളായിട്ട് ഭയങ്കര ഞായറാഴ്ചകൾ അലച്ചിലല്ലായിരുന്നു. അപ്പോൾ ഈ ഞായറാഴ്ച എങ്ങോട്ടും പോകണ്ടെന്ന് തീരുമാനിച്ചു. അങ്ങനെയാണ് കേട്ടോ. ഇനിയിപ്പോൾ എക്സിബിഷൻ കാണാൻ പോകണം, കുറേ സ്ഥലത്തേക്ക് പോകാനുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ മീൻ കഴുകി റെഡിയാക്കിയിട്ടുണ്ട്. വളർത്തു മീനായിരുന്നു. പിന്നെ കുടംപുളി തന്നെ ഇട്ട് വറ്റിച്ച് വെക്കാമെന്ന് വിചാരിച്ചു. സാധനങ്ങളൊക്കെ റെഡിയാക്കിയെടുത്തു. ചട്ടി അടുപ്പത്ത് വെച്ചു. ഇന്നലെ ഒരു കമൻറ്റ് കണ്ടിരുന്നു കേട്ടോ, നമ്മുടെ പുളിയിട്ട കറിയൊക്കെ ചട്ടിയിൽ വെക്കണമെന്ന്. ചില നേരത്തെ എളുപ്പപ്പണിക്ക് അങ്ങനെ ചെയ്യണതാണെന്ന്. പിന്നെ ഇതാ വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞിട്ട് ഉലുവ ഇട്ട് പൊട്ടിച്ചു. ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും കറിവേപ്പിലയും പച്ചമുളകും കൂടി ഇട്ട് നന്നായിട്ട് മൊരിച്ചെടുത്തു. അതിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇത്ര മാത്രം പൊടികൾ ചേർത്ത് നന്നായിട്ട് വാട്ടിയെടുത്തു. അതിൽ വെളിച്ചെണ്ണ എന്തായാലും അത്യാവശ്യം വേണമല്ലോ ഇങ്ങനത്തെ ഒരു കറി വെക്കുമ്പോൾ. നാളികേരം അരച്ച് വെച്ചില്ല കേട്ടോ. പിന്നെ അതിലേക്കൊരു തക്കാളി ഇട്ടു. തക്കാളി പുളിക്ക് വേണ്ടിയിട്ടല്ല, വല്ലാണ്ടുള്ള ആ മുളകിൻ്റെ കുത്തൊന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ കുടംപുളി ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ചൊരു കുരുമുളക് ഒന്ന് ചതച്ചിട്ട് ചേർത്തു കേട്ടോ. അതിൽ ഞാൻ കാണിച്ചിട്ടില്ലാവോ, അതും കൂടി ചേർത്തു. അതാ ഇപ്പോഴാണ് ചേർത്തത്. അതും കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്തു. കുരുമുളക് ഇല്ലെങ്കിൽ പിന്നെ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. കുരുമുളക് എന്തായാലും വറ്റിച്ച് വെക്കണതിൽ ഇടണം. തക്കാളി കുടച്ചു കൊടുത്തു. പിന്നെ ഞാൻ നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തു. വേഗം ആയിക്കോട്ടേന്നേ കെറ്റിലിൽ വെള്ളം ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ടു. പിന്നെ ഞാൻ മീനെടുത്ത് ഇട്ട് കൊടുത്തു കേട്ടോ. പിന്നെ പെട്ടെന്ന് തിളയ്ക്കുമല്ലോ, തിളച്ച വെള്ളമല്ല ഒഴിച്ചേക്കണം. പിന്നെ ചട്ടി നല്ല ചൂടാണ്. മീൻ കഷ്ണങ്ങളൊക്കെ ഇട്ട് മുക്കി വെച്ച് അതിനെ മൂടി വെച്ച് തിളപ്പിക്കാനായിട്ട് വെച്ചു. പിന്നെ ഞാൻ ചക്കട ഉണ്ടാക്കാനായിട്ട് ചക്ക വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ചക്കട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നോക്കിയപ്പോൾ നമ്മുടെ വാഴയിലൊന്നും വെട്ടിയിട്ടില്ല. ചേട്ടൻ ഇന്ന് വന്നിട്ടില്ല കേട്ടോ. ഒരു ഓഫീസിൽ എന്തോ അത്യാവശ്യമായിട്ട് ഇത്തിരി നേരം വൈകി ഇന്ന് വരാനായിട്ട്. അപ്പം ഞാൻ ചേട്ടൻ വന്നിട്ടുണ്ടെങ്കിൽ വാഴയില വെട്ടാനൊക്കെ ചേട്ടൻ തന്നെ പോവാറ്. അപ്പം ഞാൻ തന്നെ പോയി. ഇത്തിരി പേടിയുണ്ട് കേട്ടോ. പിന്നെ അവിടെ വലിയ ബൾബാണ്, നല്ല വെളിച്ചമുള്ള ബൾബ് ഇട്ടിട്ടുണ്ട്. അത് കാരണം പിന്നെ നമുക്ക് നല്ല പകൽ പോലെ വെളിച്ചമുണ്ടാവും. വലിയ ഇല നീളത്തിൽ വെട്ടി അതങ്ങനെ അകത്ത് കൊണ്ടുപോകാമെന്ന് വെച്ചപ്പോൾ അതങ്ങനെ കൊണ്ടുപോകാൻ പാടില്ലല്ലോ എന്ന് ഓർത്തത് അപ്പോഴാണ്. അപ്പം ഞാൻ വേഗം അവിടെ തന്നെ നിന്ന് ഒന്ന് മുറിച്ച് ഒന്ന് നടു കീറിയിട്ട് പിന്നെ അകത്തേക്ക് കൊണ്ടുവന്നുള്ളൂ. നമ്മുടെ പൂച്ചകളൊന്നും ഇല്ലാത്ത കാരണം നമ്മുടെ കൂടെ വരാനായിട്ട് പൂച്ചകളൊന്നും ഇല്ലല്ലോ. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ വരുമ്പോൾ അവർ കൂടെ ഉണ്ടാകുമ്പോൾ നല്ല ധൈര്യമാണ് കേട്ടോ. ഇഴജന്തുക്കളൊക്കെ ഉണ്ടാകുമ്പോൾ പൂച്ച കൂടെ ഉണ്ടാവുന്നത് നല്ലതാണ്. ഇപ്പോൾ പൂച്ച വരുന്നുണ്ടെങ്കിൽ നമ്മളോട് അത്ര സ്നേഹമായിട്ടില്ലല്ലോ. രാവിലെയും വൈകുന്നേരം വന്ന് ഫുഡ് കഴിച്ചവൾ പോകുന്നുള്ളൂ. പക്ഷേ നമ്മളോട് ആ ഒരു അടുപ്പൊന്നും തുടങ്ങിയിട്ടില്ല. അടുപ്പാവോന്നൊന്നും അറിയില്ല കേട്ടോ. പിന്നെ വാഴയിലൊക്കെ ഒന്ന് കീറിയെടുത്തു. ചേട്ടൻ വന്നിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. എന്താ വെച്ചാൽ അപ്പോഴേക്കും എനിക്ക് കഴിക്കാവുന്ന പണികൾ കഴിച്ച് വയ്ക്കാം. അപ്പോൾ ഒരുമിച്ച് കഴിക്കാമല്ലോ. നമ്മൾ എന്തെങ്കിലും സ്പെഷ്യൽ ഡിഷൊക്കെ ഉണ്ടാക്കുമ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് കഴിക്കുന്നതാണ്. ചിലപ്പോൾ കഴിക്കുന്നതിൻ്റെ ഇടയിലൊക്കെ തല്ലുകൂടും, എന്നാലും അങ്ങനെ കഴിക്കുന്നതാണല്ലോ ഒരു സന്തോഷം. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ ചക്കടയുടെ പരിപാടി നോക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അപ്പോഴേക്കും മീൻ റെഡിയാക്കി തിളച്ചു കൂട്ടാം. പിന്നെ ലാസ്റ്റ് ഞാൻ രണ്ടാമത് വെളിച്ചെണ്ണ ഒഴിക്കാനൊന്നും നിന്നില്ല. അതിൻ്റെ കാരണം അത്യാവശ്യം വെളിച്ചെണ്ണ അതിലുണ്ട്, അത് കാരണം ചെയ്തില്ല. പിന്നെ ശർക്കര എടുത്തെങ്ങാണ്ട് ചീനച്ചട്ടിക്ക് ഇട്ടു. ഇത്തിരി വെള്ളം ഒഴിച്ച് അതൊന്ന് ഉരുക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ചക്ക വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും നല്ല വേവിച്ച് വെച്ച ചക്കയ്ക്കും എന്തു കളറാണെന്നറിയോ, നല്ല വരിക്ക ചക്കയാണ് കേട്ടോ. പിന്നെ അതിലേക്ക് ഈ ചക്ക അങ്ങോട്ട് ഇട്ട് കൊടുത്തു. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. ചക്ക അങ്ങനെ വല്ലാണ്ട് ഓടയിന്നില്ല കേട്ടോ, നല്ല വരിക്ക ചക്ക എന്ന് പറഞ്ഞല്ലോ ഞാൻ. പിന്നെ അതിലേക്ക് ഏലക്കായ പൊടിച്ചത് ചേർത്ത് കൊടുത്തു. പിന്നെ ചുക്കിട്ട് കൊടുത്തു കേട്ടോ. ഞാൻ നന്നായിട്ട് ചുക്കിട്ട് കൊടുത്തു. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുത്തു. പഞ്ചസാര ഇങ്ങനെ വല്ലാണ്ട് മധുരം ഇങ്ങനെ വല്ലാണ്ട് നിന്നുണ്ടെങ്കിൽ എനിക്കിഷ്ടമില്ല. അത് കാരണം കൊണ്ട് ഞാനങ്ങനെ ചുക്കൊക്കെ ഇത്തിരി കൂടുതൽ ഇട്ട് കൊടുത്തു. പിന്നെ ഞാനതിലേക്ക് അരിപ്പൊടിയാണ് ഒന്ന് അരിച്ച് ഇട്ട് കൊടുക്കുന്നത്. അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ട് പോരായിട്ട് അരിപ്പൊടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഗോതമ്പ് പൊടി കൂടി ചേർക്കേണ്ടി വന്നു. അതൊക്കെ മിക്സ് ചെയ്ത് റെഡിയാക്കി അതവിടെ വെച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ മീൻ കറി സെറ്റായി റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ കഴിക്കാനായി.
പിന്നെ ഞാൻ ആ പാത്രങ്ങളൊക്കെ ഉള്ളത് വേഗം ഒന്ന് കഴുകി ആ നമ്മുടെ കൊട്ടയിലേക്ക് വെച്ചു. അപ്പം പിന്നെ വെള്ളം വന്നോളൂല്ലോ അവിടെ കിടന്നിട്ട്. പിന്നെ നമുക്ക് ഇതാകുമ്പോൾ എടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് നാളികേരക്കൊത്ത് വേണം. നാളികേരം ചെരിയതല്ല, നാളികേരക്കൊത്ത് നെയ്യിൽ വറുത്താണ് കേട്ടോ ചേർക്കുക. അപ്പം ഞാൻ ഇത്തിരി നെയ്യ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് നാളികേരക്കൊത്തിട്ട് ഒരു നാളികേരം ഫുള്ളായിട്ട് കൊത്തിയിട്ടുണ്ടായിരുന്നു. അതൊന്ന് ഫ്രൈ ആക്കിയെടുത്ത് ഈ ചക്ക നമ്മൾ കുഴച്ച് വെച്ചിട്ടുണ്ടല്ലോ പൊടിയൊക്കെ ആയിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വീണ്ടും കുഴച്ച് മാറ്റി വെച്ചു. അപ്പോൾ ഇത്തിരി ചൂടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ട് പിന്നെ ഞാൻ അപ്പം അട ഉണ്ടാക്കാനായിട്ട് നിന്നില്ല. അപ്പോഴേക്കും ചേട്ടനൊക്കെ വന്നു. അപ്പോൾ എല്ലാവർക്കും വിശപ്പായി. അപ്പോൾ ഞങ്ങൾ വേഗം ഫുഡ് കഴിക്കാനായിട്ട് ഇരിക്കാമെന്ന് വിചാരിച്ചു. ക്യാമറ അവിടെ ഓണാക്കി വെച്ച് കഴിഞ്ഞാൽ ചേട്ടൻ അപ്പോൾ അതിന് മുന്നിൽ വന്ന് കൂട്ടാം. ഇന്ന് ചേട്ടനും ഉണ്ടായിരുന്നു, ശ്രീകുട്ടനുണ്ടായിരുന്നു. ശ്രീകുട്ടൻ്റെ ഷൂ വന്നിട്ട് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അതെന്താണെന്ന് പരിശോധിക്കുകയാണ്. ചേട്ടൻ്റെ വക ശ്രീകുട്ടൻ വന്നതൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. മീൻ പിന്നെ ഞാൻ ചട്ടിയോടടക്കം നമ്മുടെ ടേബിളുമ്മയ്ക്ക് കൊണ്ടുവന്നു. ഒരു പാത്രം അടിയിൽ വെച്ചിട്ടാണ് കേട്ടോ വെച്ചത്. പിന്നെ നമ്മുടെ കപ്പയും എടുത്തുകൊണ്ട് വന്നു. പിന്നെ കുറച്ച് വെള്ളമൊക്കെ എടുത്ത് വെച്ച് അവിടെ ഇരുന്നു കേട്ടോ. അത്രയ്ക്ക് തന്നെയാണ് ഇന്നത്തെ ഫുഡ്. ചോറുണ്ടായിരുന്നു, പക്ഷേ പിന്നെ ആരും ചോറൊന്നും കഴിച്ചില്ല. കുറച്ച് ചോറേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് കപ്പ റെഡിയാക്കിയത്. എപ്പോഴും ഇവർക്ക് വിളമ്പി കൊടുക്കേണ്ടതാണ് കേട്ടോ. കറി വിളമ്പി കൊടുക്കണം എപ്പോഴും. അപ്പം ഞാൻ പിന്നെ ശ്രീകുട്ടനും ചേട്ടനും വിളമ്പി കൊടുത്തു. ആദ്യത്തിന് എപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ എടുത്താലും അപ്പോൾ കുളിക്കാൻ പോകണം കേട്ടോ. അപ്പോൾ കുളിക്കാൻ പോയിരിക്കുകയാണ്. കാലത്തായാലും ഉച്ചയായാലും വൈകുന്നേരം ആയാലും അപ്പോൾ ഫുഡൊക്കെ വിളമ്പി എല്ലാവരും വാ എന്ന് പറയുമ്പോൾ അപ്പോൾ കുളിക്കാൻ പോകണം. എന്താണാവോ, പിന്നെ നല്ല ചൂടാണല്ലോ, അതിൻ്റെ ഉണ്ടാവും. നമ്മൾ വൈകുന്നേരം കിടന്നുറങ്ങാനൊന്നും അങ്ങനെ ചൂടില്ല കേട്ടോ. കുറച്ച് കഴിഞ്ഞാൽ നല്ല തണുപ്പ്, പുതച്ച് മൂടി കിടന്നുറങ്ങാൻ വെട്ടുകാട്. പക്ഷേ പകൽ നല്ല ചൂടൊക്കെ തന്നെയാണ്. പിന്നെ ഞങ്ങൾ അങ്ങനെ ഇതൊക്കെ മീൻചാറ് മുക്കി കഴിച്ചു. അതിനിടയ്ക്ക് പ്ലിയൂരുമാങ്ങ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ചേട്ടൻ. അപ്പോൾ ചേട്ടൻ്റെ കഴിക്കൽ കഴിഞ്ഞ് ചേട്ടൻ അത് ചെത്തി പ്ലേറ്റിൽ കൊണ്ട് നമ്മുടെ മേശപ്പുറത്ത് വെച്ചു. അപ്പം ഞാൻ അതും കൂടിയും കഴിച്ചിട്ടാണ് എഴുന്നേറ്റത്. പിന്നെ വേഗം ചക്കട ഉണ്ടാക്കി കേട്ടോ. അപ്പോൾ കറുകപ്പട്ടയുടെ ഇല ഉണ്ടല്ലോ, വാഴനയില വേറെയാന്ന് തോന്നുന്നു അല്ലേ, അതിലൊക്കെ ഉണ്ടാക്കാം. പക്ഷേ നമുക്ക് എന്താണോ കയ്യിൽ കിട്ടാൻ എളുപ്പം അതിലുണ്ടാക്കാം. നമുക്കിവിടെ വാഴയിലാണ് കിട്ടാൻ എളുപ്പം. അപ്പം അങ്ങനെ അതുകൊണ്ട് ഇത് വെച്ചു. അപ്പോൾ നീളം കുറഞ്ഞ വാഴയിൽ ഞാൻ 2 മടക്ക് മടക്കിയുള്ളൂ. നീളത്തിരി കൂടിയതൊക്കെ 3 മടക്കായിട്ട് മടക്കി കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ഇഡ്ഡലി പാത്രത്തിൽ വെക്കുമ്പോൾ അത് അങ്ങനെ അമർന്ന് ഒരു ഉണ്ട പരുവാകും. അപ്പോൾ അത് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അത് അല്ലെങ്കിൽ അത് ഇങ്ങനെ മടക്കാം കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ ഇഡ്ഡലി പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കെറ്റിയിൽ വെള്ളം ചൂടാക്കി ഒഴിച്ച് വേഗമാവട്ടെ എന്ന് വെച്ചിട്ട് അത്യാവശ്യം സമയമായിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ അടയൊക്കെ അതിലാക്കി ഞാൻ പിന്നെ ചേട്ടനോട് പറഞ്ഞു ഒരു സമയം പറഞ്ഞു. അത് കഴിഞ്ഞ് അത് ഓഫാക്കിയിട്ടോ. പിന്നെ രാവിലെ തുറന്നു നോക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കിടന്നു കേട്ടോ. അന്ന് രാത്രി കഴിക്കാനൊന്നും നിന്നില്ല. പിറ്റേ ദിവസം ജോലി കഴിഞ്ഞ് വന്നിട്ടാണ് ഞാൻ കഴിക്കുന്നത്. പായത്തിന് ശ്രീകുട്ടനൊക്കെ കഴിച്ചിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ചക്കട. കൂട്ടുകാരോട് ഞാനിപ്പോൾ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെൽ ബട്ടണും ഓളം